എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കപ്പയും മീൻകറിയാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, കപ്പ ഉടച്ച് പുഴുങ്ങിയതും അതുപോലെ തന്നെ കോട്ടയം സ്റ്റൈലിലുള്ള ഒരു മീൻകറിയാണ്, മുളകിട്ട് വെച്ച മീൻകറി. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പം 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി കൊത്തി നുറുക്കിയതാണ്. ഏകദേശം ഒരേ അളവിൽ വേണം പീസ് കട്ട് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലത് വെന്തും വേഗാതെ അങ്ങനെയൊക്കെ ആയി പോകും. അപ്പോൾ എല്ലാം ഏകദേശം ഒരേ അളവിൽ എടുക്കുക, അല്ലെങ്കിൽ വെന്ത് കലങ്ങി പോകും. പിന്നെ ഇതിൻ്റെ നടുക്ക് ഒരു ചെറിയൊരു നാര് പോലെ ഉണ്ട്, അതൊക്കെ നീക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പുഴി കഴിയുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ വായിൽ തടയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പയാണിത്. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഞാനിത് 1 മുറി തേങ്ങ ചിരകിയതുണ്ട്, നാളികേരം, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. വെളുത്തുള്ളി ഇതൊരു 7 എണ്ണം ഉണ്ട്. ചുവന്നുള്ളി ഇതും പല അളവാണ്, അപ്പോൾ ഒരു 5-6 എണ്ണം ആ ഒരു കണക്കെടുത്ത് വെച്ചാൽ മതി. പിന്നെ പച്ചമുളക് 2 എണ്ണം, നമ്മുടെ എരിവിനനുസരിച്ചാണ് കേട്ടോ. അതൊക്കെ ഞാനിവിടെ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. കറിവേപ്പില 2 തണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം. ഇത്രയാണ് നമുക്ക് കപ്പ പുഴുങ്ങാനായിട്ട് ആവശ്യമുള്ളത്. അപ്പം നമുക്ക് വേഗം തന്നെ ചെയ്യാം. നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് കുക്കർ വെച്ചിട്ട് നമ്മുടെ കപ്പ അരവിട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം അത്യാവശ്യം നന്നായിട്ട് ഇരുന്നുണ്ട്, കാരണം നമുക്ക് ഈ വെള്ളം ഊറ്റി കളയാനുള്ളതാണ്. ഇത് വെന്ത് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു പൊടിക്ക്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ ഒരു 1-2 വിസിൽ അത് മതി. 1 വിസിൽ തന്നെ മാക്സിമം മതി, കാരണം വെച്ച് കഴിഞ്ഞാൽ കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടും. കപ്പ വേകുന്ന സമയം കൊണ്ട് നമുക്കിത് പതിയെ ഒന്ന് അരച്ചിട്ട്, അത് ഒത്തിരി അരിഞ്ഞു പോകണ്ട, പതിയെ ഒന്ന് ചതഞ്ഞ പോലെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. ഇപ്പൊ വിസിലൊന്നും നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് പതിയെ അതിൻ്റെ എയർന്ന് മാറിയിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം. ഇപ്പൊ നമ്മൾ കപ്പ ഊറ്റിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇത് നമുക്ക് ഈ കപ്പയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പൊട്ടിക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മളുടെ അമ്മമാരൊക്കെ ആണെങ്കിലും ഈ അരപ്പരച്ചിട്ട് ആ അമ്മിക്കല് ആ വെള്ളം ശകലം വരുന്നത്, കഴുകിയെടുക്കുന്ന ആ വെള്ളം ഇതിൻ്റെ കൂടെ ചേർക്കണം. അല്ലാതെ ഒത്തിരി വെള്ളം ചേർക്കാറില്ല. പതിയെ ഒന്ന് മൂടിയ പോലെ ആക്കിയത്, ഒത്തിരി ഇളക്കണ്ട കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. അപ്പൊ നമ്മുടെ കപ്പയ്ക്ക് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ നല്ല സൂപ്പറായിട്ട് കപ്പ പൊഴിഞ്ഞ് വന്നിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചില്ല, കണ്ടത് വീഡിയോ നോക്കി, അടിയിലൊന്നും പിടിച്ചില്ല, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വളരെ സൂപ്പർ കപ്പപ്പുഴുക്കാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നമ്മൾ അരമീൻ്റെ പീസുകളാണ് ഉണ്ടാവും. അപ്പോൾ ഇത് 1/2 കിലോ വരും. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്കിനാണ് ഞാനിപ്പോൾ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കറി വയ്ക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഇതിനകത്തേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒത്തിരി ചെറുതായിട്ടില്ല, നീളത്തിൽ അരിഞ്ഞെടുത്തേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഒരു വലിയ പീസുണ്ട് കേട്ടോ ഇഞ്ചി. ഇനി ഇതിനകത്തേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മഴക്കിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി,
ഇതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒരു 3 വലിയ സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 നുള്ള ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവപ്പൊടി ഇപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് പുളി ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കുടംപുളിയാണ്. ഇത് ഞാൻ 3 പീസ് എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ കുടംപുളിയാണ്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. പുളി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണം. 3 എണ്ണം മതിയാകും. വലിയ 3 പീസാണ്, അപ്പോൾ അത് മതി. ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഇതിനി നന്നായിട്ട് ഈ വെള്ളം തിളച്ച് വരട്ടെ. അപ്പം എന്താ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മീൻ പീസ് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ മീനെല്ലാം ഇട്ട് കൊടുത്തു. നമുക്ക് സ്റ്റാർട്ടിങ് വേണമെങ്കിൽ പയ്യെ ഇളക്കി കൊടുക്കാം. തവി വെച്ച് വെന്ത് കഴിഞ്ഞാൽ പിന്നെ തവി വെച്ച് ഇളക്കാൻ പാടില്ല, അത് പൊടിഞ്ഞു പോകും. അപ്പോഴത്തേക്ക് നമ്മുടെ മീനെല്ലാം ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. നമ്മുടെ മീൻകറി കണ്ടോ, നല്ല മീനൊക്കെ വെന്ത് നമ്മൾ കറക്റ്റായി വന്നിട്ടുണ്ട്. അതേ നമ്മുടെ മീൻകറി കറക്റ്റായി വന്നിട്ടുണ്ട്. സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്തൊക്കെ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ആവശ്യം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇൻ കേസ് ഉപ്പ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും. നമുക്ക് ഈ കറിവേപ്പില ലാസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ, 1-2 സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ ഒഴിച്ച് കൊടുക്കുള്ളൂ, കാരണം ഓൾറെഡി ഇതിനകത്ത് എണ്ണ നന്നായി തെളിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ 1 സ്പൂൺ എണ്ണ ഒഴിക്കുന്നുള്ളൂ. 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ദെൻ ഇതുണ്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോൾ ആ എണ്ണയും ആ ഒരു കറിവേപ്പിലയുടെ എല്ലാം ഫ്ലേവറും ഇതും എല്ലാം കറിയിലേക്ക് ഇറങ്ങി അടിപൊളി കറിയാവും. അപ്പോൾ ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. 2 മിനിറ്റ് അടച്ച് വെച്ചു. 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കറി കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ആയിട്ടുണ്ട്. നല്ല കുറുകി നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. ഫിഷെല്ലാം വെന്തു സൂപ്പറായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും കണ്ടുള്ള കപ്പയും മീൻകറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.